ഗുഡ് മോർണിംഗ് റോഷി. ഹൈക്കമാൻഡിന് അതൃപ്തിയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇന്നലെ തന്നെ ഈ തീരുമാനമെടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ നേതൃത്വം മാറ്റിയിട്ടുണ്ടോ? ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നതൊക്കെ ഇന്നലെ കെ മുരളീധരൻ പറയുന്നത് കേട്ട് എല്ലാവരും KPCC അധ്യക്ഷൻ്റെ തത്സമയ വാർത്താ സമ്മേളനം കാണുകയായിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഉടനടി നടപടിയില്ല. ആലോചിച്ച് തീരുമാനമെടുക്കും. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എന്നുള്ളതാണ്. ഇനി എപ്പോഴാണ് ഈ ഉചിതമായ സമയം വരിക എന്നുള്ളതാണ്. പല നേതാക്കൾക്കും അതൃപ്തി ഉണ്ടല്ലോ അല്ലേ? ഹൈക്കമാൻഡിന് മാത്രമല്ല, കേരളത്തിലെ മുതിർന്ന നേതാക്കൾക്കും ഈ മെല്ലപ്പോക്കിലൊരു അതൃപ്തി ഉണ്ടോ റോഷി? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികൾ തുടർച്ചയായി വന്ന സാഹചര്യത്തിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പ്രതിപക്ഷ നേതാവുണ്ട് രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, VM സുധീരൻ അടക്കമുള്ള പ്രധാന നേതാക്കളൊക്കെ ഇതേ അഭിപ്രായമാണ്. അതിൽ ചില നേതാക്കൾ പരസ്യമായി തന്നെ അവരുടെ അഭിപ്രായം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. 2 പരാതികൾ അത് രേഖാമൂലം തന്നെ KPCC നേതൃത്വത്തിനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ലഭിച്ചു കഴിഞ്ഞു. അത് രണ്ടും ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. 2 പെൺകുട്ടികളും നീതിക്കായുള്ള പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, കോൺഗ്രസ് അനുഭാവിയായ സാംസ്കാരിക പ്രവർത്തക ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ മോശമായ രീതിയിൽ പെരുമാറി എന്ന കാര്യം കൂടി ഇന്നലെ വെളിപ്പെടുത്തി കഴിഞ്ഞു. മാത്രവുമല്ല, ഈ കാര്യം വളരെ നേരത്തെ തന്നെ ഷാഫി പറമ്പിലിനെ അറിയിച്ചു. ഷാഫി പറമ്പിൽ അത് അവഗണിച്ചു എന്ന അതീവ ഗുരുതരമായ പരാതി. കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായി കൊണ്ടിരിക്കുന്നു. ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കുന്നത്? പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പറയുന്നുണ്ടായിരുന്നു. അത് വെളിപ്പെട്ട് വരികയാണ്. ഷാഫി പറമ്പിലും AP അനിൽകുമാറുമാണ് സംരക്ഷണം ഒരുക്കുന്നത് എന്ന ആരോപണം ഉയർത്തുന്നത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ്. KC വേണുഗോപാൽ കൈവിട്ടിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിന് എന്തിനാണ് ഇങ്ങനെ സംരക്ഷണ വലയം തീർക്കുന്നത് എന്ന ചോദ്യം നേതാക്കളൊക്കെ ഉയർത്തുന്നുണ്ട്. ഏതായാലും സണ്ണി ജോസഫ് പറയുന്നത് കോടതി തീരുമാനിക്കട്ടെ, എന്നിട്ട് നടപടിയെടുക്കാം. കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കാം. അല്ലാതെ നടപടിയില്ല എന്ന തീരുമാനത്തിലേക്ക് സണ്ണി ജോസഫ് കടുംപിടുത്തം തുടങ്ങിയതോടെ കോൺഗ്രസിന്റെ മറ്റു നേതാക്കൾ ആകെ പ്രതിസന്ധിയിലായി. സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള അവസരം നഷ്ടമായെന്ന വിഷമത്തിലാണ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിലാണ്. പ്രചാരണം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്നു. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലെ ഒളിവിൽ കഴിയുന്നു. ബലാത്സംഗ കുറ്റത്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായത്. എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുമ്പോഴും MLA സ്ഥാനത്തും തുടരുന്നു. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കാൻ നേതൃത്വം ഇപ്പോഴും മടിക്കുന്നു. അരുൺകുമാർ. താങ്ക് യു റോഷി. കൂടുതൽ രാഷ്ട്രീയ നീക്കങ്ങൾ നിരീക്ഷിക്കുക. പ്രേക്ഷകരിലേക്ക് നമുക്ക് അതിവേഗം എത്തിക്കാൻ കഴിയും.